ഹലോ, നമ്മുടെ കയ്യിൽ ദോശമാവോ ഇഡലി മാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ദോശമാവ് വെച്ചൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല മധുരമുള്ള ഒരു പലഹാരമാണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കടിയായിട്ടോ അതല്ലെങ്കിൽ രാവിലെ കുട്ടികളുടെ പോകുമ്പോഴത്തേക്കും നമ്മൾ സ്നാക്സ് ബോക്സിൽ സ്നാക്സ് കൊടുത്തു വിടുമല്ലോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് പോലെ ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത്രയൊരു വലിയൊരു കപ്പിൽ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയല്ല ശർക്കര എടുക്കുക. നമ്മളിവിടെ പഞ്ചസാരയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ശർക്കരയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നുറുക്കിയത് ഇട്ട് കൊടുക്കുക. നിങ്ങളെ ഇഷ്ടത്തിന് തേങ്ങാക്കൊത്ത് ഇട്ടോളൂ, അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് റവയാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ കാഷ്നട്ട് ഉണ്ടോ, അത് ബദാമോ പിസ്തായോ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണോ ഉള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ കേക്ക് പോലല്ല ആക്കിയെടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു കേക്കിൻ്റെ ട്രേ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഇതുപോലെ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. നമ്മളിതൊന്നും എണ്ണയിലും നെയ്യിലും ഒന്നും വറുത്തെടുക്കുന്നില്ല. അതുകൊണ്ട് സംഭവം ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കെന്ന് പറയാം, അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിണ്ണത്തപ്പം എന്ന് പറയും, അല്ലെങ്കിൽ കിണ്ണിയപ്പം എന്നും പറയും. എന്നിട്ട് നമ്മളിങ്ങനെ ചായത്തട്ടിൽ തിരുവ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക. 30 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ദോശമാവ് കേക്ക് ഇവിടെ റെഡി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കണ്ടോ, നല്ല കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ കേക്ക് അല്ലെന്ന് പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ വേണമെങ്കിൽ പറ്റിക്കാൻ വേണ്ടി കേക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദയവായി കൊള്ളാൻ തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.